ഹലോ! എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ? അപ്പൊ ഞാനും ദേവൂട്ടനും കൂടെ ഇന്ന് ചെർപ്പളശ്ശേരി പോവാണ് എന്റെ വീട്ടിലേക്ക്. അപ്പൊ ഞങ്ങളിതാ കുലുക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോ അവിടെ ഗേറ്റ് അടവിൽ പെട്ടു. ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആഹാഹാ! എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ വീട്ടിലേക്ക് പോകുമ്പോ ഇടയ്ക്കൊക്കെ ട്രെയിൻ കാണുമെങ്കിലും കേറിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒരു മാസത്തോളം ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്റെ വല്യച്ഛന്റെ വീട്ടില്. അവിടെന്നാണ് ഇതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ട്രെയിനിൽ കേറിയിട്ടുള്ളത്. പിന്നെ കേറിയിട്ടേ ഇല്ല. അപ്പോ ഇന്ന് വീട്ടിൽ പോണേന്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഇന്ന് അനിയന്റെ മോൻ അച്ചൂട്ടന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ്. വലിയൊരു ഫംഗ്ഷൻ ഒന്നുമല്ല. അടുത്ത റിലേറ്റീവ്സ് മാത്രമേ പങ്കെടുക്കണുള്ളൂ. അപ്പൊ നമ്മളിതാ വീടെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എന്റെ അമ്മായിയുടെ മോളുടെ മോളും കൂടെ ഗംഭീര കളിയിലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നതും കേക്കിന്റെ മുന്നിലേക്കായത് കാരണം കേക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അനിയൻ നിലവിളക്കൊക്കെ കൊളുത്തി ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അച്ചൂട്ടൻ കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അവൻ എങ്ങനെയെങ്കിലും അത് കളിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പടത്തിലുണ്ടല്ലോ ഇറച്ചി വെട്ടണ പോലെ കേക്ക് കട്ട് ചെയ്യണത്. എന്ന പോലെ അവനെന്നെ കട്ട് ചെയ്തിട്ട് അതിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ വാശി കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും അങ്ങനെ കേക്കൊക്കെ കഴിച്ചു, മിഠായിയൊക്കെ കഴിച്ചു. ഒന്നങ്ങനെ എല്ലാവരുമായിട്ടൊന്നങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അയൽവാസികൾ എന്ന് പറയാൻ എന്റെ വല്യച്ഛന്മാരുടെ വീടുകൾ തന്നെയാണ് എന്റെ വീടിന്റെ നാലുപുറമുള്ളത്. അവിടുത്തെ ഏട്ടന്മാരും അവരുടെ ഭാര്യമാരും ഒക്കെയാണ് നിൽക്കുന്നത്. എന്റെ എഴുത്തിമ്മമാരാണ്. എഴുത്തിമ്മമാരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് നമ്മള് കുറച്ച് സമയം നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. അത്രയും ഭയങ്കര രസമാണ് അവർ. ദേവുട്ടനാണെങ്കിൽ എന്റെ വല്യമ്മയുടെ മടിയിൽ കയറി ഇരിപ്പായിരുന്നു. അവന് കുറച്ച് വയസ്സായ ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവരുടെ അടുത്ത്. ദാ ഈ നിൽക്കുന്ന ആളെ കണ്ടില്ലേ? ഇതാണ് അദ്വിക മോള്. ആള് കാണുന്ന പോലെയൊന്നല്ല, കരാട്ടെയാണ്. നന്നായി ഡാൻസും കളിക്കും. ഏതൊരു മ്യൂസിക് ഇട്ട് കൊടുത്താലും അതിനനുസരിച്ച് സ്വയം സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി കളിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോ ദാ അനിയന്റെ വൈഫ് ഞങ്ങളുടെ അമ്മു വിഭവങ്ങളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അച്ചുട്ടന് കൊടുക്കണല്ലോ. അവൻ അച്ചുട്ടന്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഈ ധൃതിയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആളാണ് എന്റെ ഏടത്തിയമ്മ. അത് കഴിഞ്ഞിട്ട് വേണം വേറെ എന്തോ പരിപാടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അനിയന്റെ വൈഫ് ഹൗസ് തിരുവനന്തപുരമാണ്. അവിടുന്ന് അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ സദ്യയായിരുന്നു. പാലട പ്രഥമനൊക്കെ ആയിരുന്നു. അപ്പൊ ദാ എന്റെ ഏട്ടൻ പായസം കുടിക്കുന്നത് കണ്ടു. എന്റെ വല്യച്ഛന്റെ മോനാണ്. വാഴയിലയിലേക്ക് പായസം ഒഴിച്ച് പപ്പടം കൂട്ടി കഴിക്കുന്നത് കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വാഴയിലയിൽ പപ്പടമൊക്കെ കൂട്ടി പായസം കഴിക്കാൻ. ഇത്തിരി കഴിഞ്ഞപ്പോ ഏടത്തിയമ്മമാരൊക്കെ പോയി. അച്ചൂട്ടൻ അതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നിരത്തി അടിയൊക്കെ തുടങ്ങി. ഇറങ്ങിയിട്ട് എന്തോ അന്താരാഷ്ട്ര കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മുറ്റത്ത് നിൽക്കുന്ന ആളാണ് എന്റെ അമ്മായിയുടെ മോള്. എന്തോ കാര്യമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കേട്ട് എല്ലാവരും അന്തം വിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പുറത്തെ അദ്വിക മോള് മൊബൈലിൽ പാട്ടും വെച്ചിട്ട് അവള് ഗംഭീര ഡാൻസ് ഒക്കെ തുടങ്ങി. ഞാൻ വീഡിയോ എടുത്തത് കണ്ടിട്ടില്ല. പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് ആളുടെ കയ്യില്. അങ്ങനെ വൈകുന്നേരം ആയപ്പോ ഞാൻ എന്റെ തൊട്ട അയൽവാസിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പൊ അടുത്ത് കൂടി ഇരുന്നിട്ടേ ഉള്ളൂ. എന്റെ കൂട്ടുകാരിയുടെ വീടാണ്. അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് പോയി. അവിടെ പോയപ്പോ കൂട്ടുകാരി അവിടെ ഇല്ല, ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടുത്തെ അമ്മയും ഏട്ടനും അച്ഛനും ഏട്ടന്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ കണ്ടു. വീടൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോഴാണ് മക്കളെല്ലാവരും കൂടെ അവരുടെ ഡാൻസിന്റെ വീഡിയോ എന്നോടൊന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് അവിടെ തൊട്ടടുത്തൊരു പാടമുണ്ട്. പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പോക്കാ ഉണ്ടായിരുന്നത്. അവിടെ പോയപ്പോ അവർക്ക് ഡാൻസ് കളിക്കാനൊന്നും പറ്റിയില്ല. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പോയ സ്ഥിതിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു. ഞാന് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവര് കാണണേ. അങ്ങനെ എന്റെ വീടിന്റെ നേരെ മുന്നിൽ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു പിന്നെ അവരുടെ ഡാൻസ് ഒക്കെ. എന്റെ കയ്യിൽ 2 ഫോണൊക്കെ ഉണ്ട്. ഇത്തിരി കഴിഞ്ഞപ്പോ വിശാട്ടനും കണ്ണനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും അമ്മായിയുടെ മോളുടെ ഹസ്ബൻഡും അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു. ചേച്ചി ഞാനൊക്കെ അച്ചൂട്ടന്റെ ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചേച്ചി വരുമ്പോ മഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും മഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മക്കൾക്ക് കൊടുക്കാന്നല്ലാണ്ട് ഒരുപാടായി കഴിച്ചിട്ടൊക്കെ. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു രസല്ലേ. അപ്പൊ ഞാൻ കിട്ടിയതും അകത്താക്കി. വിശ്വേട്ടനെ കണ്ടത് പിന്നെ ദേവുട്ടൻ ഒക്കത്തുനിന്ന് ഇറങ്ങല്ല. അങ്ങനെ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് പോയത്. ഞങ്ങൾ പക്ഷെ പോയില്ല. ഞങ്ങള് പിറ്റേ ദിവസാണ് വീട്ടിലേക്ക് തിരിച്ചു പോന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എന്റെ ഫാമിലി മെമ്പേഴ്സിനെ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം. ടാറ്റാ ബൈ.